ബീറ്റ്റൂട്ട് തോരൻ ഇഷ്ടമാണോ? ഇനി ഇഷ്ടമല്ലാത്തവരെ കൊണ്ടും കഴിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീറ്റ്റൂട്ട് തോരൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ? ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നാളികേരം ചിരകിയത്, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വേവിച്ച് വെച്ച ബീറ്റ്റൂട്ടും ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പാൻ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു അരപ്പുണ്ടല്ലോ, നാളികേരവും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഉള്ളത്, അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീറ്റ്റൂട്ടും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. നേരത്തെ വേവിച്ചപ്പോൾ ഉള്ള ആ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തുകൊണ്ട് ബീറ്റ്റൂട്ട് എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തുറക്കുമ്പോൾ തന്നെ നിറമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ റെസിപ്പി ഒന്ന് കഴിച്ചു നോക്കൂ. എന്നിട്ട് ഇഷ്ടമല്ലാത്തവർക്കും കൂടെ ഒന്ന് കൊടുത്തു നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ.